ഇവിടെ ഒരു പുരോഹിതൻ ഇറങ്ങി വന്ന് നിന്നാലോ, ഇവരുടെ തൊങ്കലും പട്ടയുള്ളവർ ഇറങ്ങി വന്ന് നിന്നാലോ ഒന്നും ഇല്ലാത്ത ജനക്കൂട്ടവും അക്സെപ്റ്റൻസും ക്രൗഡും മിനിസ്ട്രിയും ഒക്കെ യേശുവിന്. അപ്പം സ്വാഭാവികമായി നിനക്കില്ലാത്തൊരു കാര്യം വേറൊരുത്തനുണ്ടാകുമ്പോൾ നിനക്കുണ്ടാകുന്ന മറ്റൊരു വികാരമാണ് അസൂയ. അപ്പം അതുകൊണ്ട് ഇവരുടെ അകത്ത് എന്തുമാകട്ടെ, ഈ അസൂയ കൊണ്ടും ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടും യേശുവിൻ്റെ പുറകിൽ ജനം പോകുന്നത് കൊണ്ടും കർത്താവിന് കിട്ടിയ അക്സെപ്റ്റൻസ് കൊണ്ടും ഇവർ വല്ലാതെ അസ്വസ്ഥരായിരുന്നു. ആരും മിണ്ടുന്നില്ല, വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ടാണ് നീ സാക്ഷ്യമില്ലാത്തവനെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ഒറ്റ അപ്പനെ ഉള്ളടാ, നിന്റെ അപ്പൻ ആരാണ് എന്ന് വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. പക്ഷേ എന്തിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്യം 48 വരുമ്പോൾ, യോഹന്നാൻ 8:48 വരുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട്. ഒരു പരിപാടിയും നടക്കാതെ വരുമ്പോൾ അറ്റ കൈക്ക് അവസാനം പറയുന്ന സാധനമാണ് ഇവന് പിശാചാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒരു പരിപാടിയും നടക്കാതെ വരുമ്പോൾ അറ്റ കൈക്ക് ഏറ്റവും അവസാനം പറയുന്ന പേരാണ് ഇവനെന്തോ പിശാചാണെന്ന്. നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവർ അസ്വസ്ഥത കൊണ്ട് അവർ പറയുന്ന, അവർക്ക് പുറത്താക്കാൻ പറ്റാത്ത ഭൂതത്തെ യേശു പുറത്താക്കിയപ്പോൾ ഈ യേശുവിനെ നോക്കി ഒരിക്കൽ അവർ പറഞ്ഞായിരുന്നു, നീ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. പക്ഷെ യേശു അതിന് നല്ലൊരു മറുപടിയാണ് കൊടുത്തത്. പിശാച് ഒരിക്കലും തമ്മിൽ അടി ഉണ്ടാക്കത്തില്ല. അവരുടെ രാജ്യത്തിൽ ഭയങ്കര ഒരു യൂണിറ്റി ഉണ്ട്. ഇതിനേക്കാൾ വലിയ യൂണിറ്റി ദൈവരാജ്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി യേശു കർത്താവ് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഐക്യതയിൽ നീ ഒന്നാക്കി നിർത്തണം. എന്നാലേ കർത്താവിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ. കാരണം ഡിമോണിക് കിങ്ഡത്തിൽ, പൈശാചിക രാജ്യത്തിൽ അസാധാരണ യൂണിറ്റിയാണ്. അവർ പലരാണെങ്കിലും പലതാണെങ്കിലും ഇവരെല്ലാം ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രയധികം തമ്മിൽ സ്നേഹവും ഐക്യതയും അണ്ടർസ്റ്റാൻഡിങ് മൈൻഡും ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. അതല്ലേ, ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ 6000 ഭൂതങ്ങൾ ഒന്നിച്ചിരുന്നു, ലഗിയോന്റെ ബാധിച്ചവൻ്റെ മേളിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താൻ ഒരിക്കലും അവരുടെ രാജ്യം തമ്മിൽ ചിത്രിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ വേണ്ടത് ദൈവാത്മാവാണ്. ഒന്ന് കരമടിച്ച്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓക്കെ, 49 വാക്യത്തിൽ വരുമ്പോൾ, 8:49 വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. കണ്ടോ, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. അപമാനം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എന്തേലുമൊക്കെ അപമാനങ്ങൾ, അപവാദങ്ങൾ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ചുമ്മാ കൈ പൊക്കിക്കോ. ബുദ്ധിമുട്ടാണ്, ഞാൻ 2 കൈയും പൊക്കാം. അപ്പം നിങ്ങളുടെ പ്രശ്നം മാറിയല്ലോ. യേശു കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 2 കൈയും യേശു ഉയർത്തിപ്പിടിച്ചേനെ. കാരണം എൻ്റെ യേശു കേട്ട പോലെ അപമാനം, അപവാദം ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല നീ വ്യഭിചാരപുത്രനാണെന്നൊന്നും. മുഖത്ത് നോക്കിയൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ യേശു അനുഭവിച്ച പ്രശ്നമൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ ഒരു പാട്ടുണ്ടല്ലോ, സിയോൻ സഞ്ചാരി ഞാൻ
യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സോഷ്യൽ മീഡിയയിലൂടെയല്ല, മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ സാക്ഷ്യം ശരിയല്ലെന്ന്. മുഖത്ത് നോക്കി പറഞ്ഞു നീ ഒരു വ്യഭിചാരപുത്രനാണ്. മുഖത്ത് നോക്കി ചോദിച്ചു നിന്റെ അപ്പൻ ആരാടാ. മുഖത്ത് നോക്കി പറഞ്ഞു നീ ഒരു ശമര്യൻ എന്ന് പറഞ്ഞാൽ ജാതിപ്പേരാ, നീ ഒരു ശമര്യനാണ്. മുഖത്ത് നോക്കി പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന്. മുഖത്ത് നോക്കി അപമാനിച്ചു. എന്നെ ചോദ്യം, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഞാൻ വരിക, മെസ്സേജിലോട്ട് വരിക. ഇന്ന് കർത്താവ് വളരെ ഇവിടെ ബലപ്പെടുത്തും. എന്നിട്ട് ഈ 52-ാമത്തെ വാക്യത്തിൽ വരുമ്പം കേട്ടോ പാസ്റ്ററെ, ഈ ആദ്യം ഇത് പറഞ്ഞപ്പോൾ യേശു മൈൻഡ് ചെയ്തില്ല. ഈ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം പിന്നെയും കുത്തും. 52-ാമത്തെ വാക്യത്തിൽ പിന്നെ പറഞ്ഞു നീ ഒന്നും പറയണ്ട, നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹലോ, നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 57-ാമത്തെ വാക്യത്തിൽ വരുമ്പം മെച്യൂരിറ്റിയെ ക്രോസ് ചെയ്യുകയാണ്. നിനക്ക് 50 വയസ്സായിട്ടില്ല, നിനക്ക് എത്ര പ്രായമുണ്ട്? നീ പയ്യനാ, നീ ചെറുപ്പക്കാരനാ, നിനക്ക് പക്വതയില്ല. യു ആർ നോട്ട് മെച്യൂർഡ്. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? പക്വതയില്ലാത്തവനെന്ന് പ്രായം പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഇനി 58-ന്റെ 59 വന്നേ, 8-ന്റെ 59 വന്നേ. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. ഇനി 60-ാമത്തെ വാക്യമുണ്ടോ? വാക്യമുണ്ടോ? പിന്നെ ഇനി ഏത് വാക്യമേ ഉള്ളൂ? 9-ന്റെ 1 ഉള്ളൂ. ഇനി 9-ന്റെ 1 വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ. അപ്പൊ എന്തിലൂടെ കടന്നുപോയി? അപമാനിച്ചവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? ഭൂതമുണ്ടെന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? ശമര്യൻ എന്ന ജാതി പേര് വിളിച്ചവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? നിനക്ക് മെച്യൂരിറ്റി ഇല്ല, പക്വതയില്ല എന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത്. This is the message. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു, അവന്റെ കൈക്കുണ്ടായിരുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നോക്കിയേ, ഈ വെല്ലുവിളിയുടെ നടുവിലും, ഈ ചോദ്യത്തിന്റെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ ചോദ്യം നിങ്ങളോട്, ഐ ആം ആസ്കിംഗ് ടു യു മൈ ബിലോവ്ഡ് സിസ്റ്റേഴ്സ് ആൻഡ് മൈ ബ്രദേഴ്സ്, നിനക്ക് ഭൂതമാണെന്ന് പറഞ്ഞവരുടെ ഇടയിൽ എനിക്ക് പരിശുദ്ധാത്മാവാണെന്ന് യേശു തെളിയിക്കാൻ പോയോ? തെളിയിക്കാം. നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചവരുടെ ഇടയിൽ എൻ്റെ അപ്പൻ ആരാണെന്ന് നിനക്ക് അറിയാവോടാ എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോയോ? നീ ശമര്യനാണെന്ന് പറഞ്ഞവരുടെ ഇടയിൽ ഞാൻ യഹൂദാഗോത്രത്തിലെ സിംഹമാണെന്ന് തെളിയിക്കാൻ പോയോ? യേശുവിൻ്റെ ഫോക്കസ്, യേശുവിൻ്റെ നോട്ടം ഈ അസൂയ പിടിച്ചവന്മാരെ ആയിരുന്നില്ല. യേശുവിൻ്റെ നോട്ടം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്കായിരുന്നു. യേശുവിൻ്റെ ഫോക്കസ് ഇവരിലേക്കായിരുന്നില്ല. എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലെണ്ണുകയല്ലായിരുന്നു ക്രിസ്തു. അവിടെ വല്ല ചെകിടനോ കുരുടനോ മുടന്തനോ ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. നിന്റെ ഫോക്കസിലേക്ക് നീ തിരിയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന, ഐ ആം സ്ട്രെങ്തനിങ് യു മൈ ബിലോവ്ഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇത് സ്പിരിറ്റ് പ്രൊവോക്കേഷൻ ആണ്. ഹല്ലേലൂയ. ഇത് പൈശാചിക മേഖലകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇറ്റ്സ് എ സ്പിരിറ്റ് പ്രൊവോക്കേഷൻ. ഇന്ന് ചില സ്ഥലങ്ങളിൽ യേശു പ്രൊവോക്ഡ് ആയിട്ടുണ്ട്. some areas and sometimes spirit is provoked. ഹെരോദാവ് വന്ന് പറഞ്ഞു,
ഇവിടെ പ്രാർത്ഥന നടത്താൻ പറ്റുകയില്ല. ഹെരോദാവിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞു ഇവിടെ പ്രയർ നടത്താൻ പറ്റുകയില്ല. ഇപ്പോൾ നീ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നീ പോണം. ഇനി ഇവിടെ മീറ്റിംഗ് നടത്താൻ പറ്റുകയില്ല. ഉടനെ യേശുവിൻ്റെ സ്പിരിറ്റ് പ്രൊവോക്ഡ് ആയിട്ട് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവനോട് പറ, ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ യോഗം നടത്തുന്ന ആ കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞു. ആരും മിണ്ടുന്നില്ലല്ലോ. ഈ യേശുവിനെ സേവിക്കുന്നവർക്കൊന്ന് കൈയടിക്കാം. ഈ യേശുവിനെ, ജെന്യൂൻ തിങ്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, ആമേൻ. ദൈവഹിതമില്ലാത്തൊരു കാര്യം പീറ്റർ പറയുമ്പോൾ, യേശുവിൻ്റെ വിഷൻ ഓപ്പോസിറ്റായ ഒരു കാര്യം പത്രോസ് പറയുമ്പോൾ, പത്രോസിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യൻ അപ്പോസ്തലനാ, ഒന്നാമനാ. പക്ഷെ മുഖത്ത് നോക്കി പറഞ്ഞു, സാത്താനെ ഇങ്ങോട്ട് മാറിയിക്കടാന്ന് പറഞ്ഞു. അവൻ നടന്നു, അവൻ പ്രവർത്തിച്ചു, അവൻ കരഞ്ഞു, അവൻ അപവാദമേറ്റു, നിന്ദകൾ സഹിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അവന് വിശന്നു, അവൻ പൈശാചിക മണ്ഡലത്തോട് എതിർത്തു നിന്നു. യെസ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്നവരെ അവൻ വിടുവിച്ചു. അപ്പൊ അപമാനത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, നിന്ദയുടെ വേദന ക്രിസ്തുവിനറിയാം, പരിഹാസത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, റിജക്ഷന്റെ പെയിൻ എന്താന്ന് അവൻ അറിയാം. ഒരു സമൂഹം എതിർത്തുകൊണ്ട് കയ്യിൽ കല്ലുമായി നിൽക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മൂവ് എന്താണെന്ന് അവൻ അറിയാം. എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന, പാപമൊഴികെ സകലത്തിലും ഞാൻ പോയ സകല റൂട്ടിലും പോയവനാണ് എൻ്റെ കർത്താവ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, പാപമൊഴികെ സകലത്തിലും. യൂദ യേശുവിന് പണി കൊടുക്കാൻ വെയിറ്റ് ചെയ്യുക. അകത്ത് ഭയങ്കര പ്ലാനിങ് നടക്കുക. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത്, ശിഷ്യന്മാർ ഒന്നിച്ച് കഴിക്കാനിരിക്കുന്ന സമയത്ത് യൂദയുടെ അടുത്തോട്ട് നമ്മൾ ഈ കസേര ഇട്ടിരിക്കുമ്പം യേശുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, യൂദ നമുക്കൊന്നിച്ച് കഴിക്കാൻ ഇരുന്നോട്ടോ മോനെ ഇരിക്കും. യൂദായിരുന്നു. ഇവിടെ പത്രോസും ശിഷ്യന്മാരും എല്ലായിരുന്നു. ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഇവരാരും കേട്ടില്ല. യൂദയുടെ കാതയിലോട്ട് പറഞ്ഞു, നീയേ പ്ലാനിങ്ങിലാന്ന് എനിക്കറിയാം, നീ എന്നാണോ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അത് നീ പെട്ടെന്ന് അങ്ങ് ചെയ്യ് കേട്ടാ. യൂദ ഞെട്ടിപ്പോയി, യൂദ ഞെട്ടിപ്പോയി, യൂദ ഞെട്ടിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം കാണിച്ചു, അവൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതെന്താണെന്നുള്ളത് പന്തിയിലിരുന്നവരാരും അവൻ അറിഞ്ഞു പോലുമില്ല. പക്ഷെ പറയാനുള്ളവനോട് കൊടുക്കാനുള്ളവന് കൊടുത്തു. വേറെ ഒരെണ്ണം അറിഞ്ഞില്ല. അവൻ്റെ വായിലെല്ലാ റൊട്ടിയും ഇതുമായിട്ടിരുന്ന അവൻ യുവമാരാരും ഇതെന്തോ നടന്നെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ യൂദ എഴുന്നേറ്റ് പോയി. യൂദ സ്റ്റാൻഡ് വിട്ടു പോയി. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. കാരണം യൂദയുടെ സ്പിരിറ്റിനെ കണ്ടോ, കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. നീ എന്താണോ പ്ലാൻ ചെയ്യുന്നേ, നീ അകത്ത് പ്ലാൻ ചെയ്യുന്ന എനിക്കറിയാം. നീ അതൊന്ന് പെട്ടെന്ന് ചെയ്താട്ടെ. നീ അത് ചെയ്താൽ മാത്രമേ എൻ്റെ പിതാവിന് ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? പൈശാചിക മേഖലകൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, അതെല്ലാം നിനക്കൊരു ഉയർപ്പാക്കി ദൈവം മാറ്റും. കരമടിച്ച്, അതെല്ലാം നിനക്കൊരു ഉയർപ്പാക്കി ദൈവം മാറ്റും. അതെല്ലാം നിന്റെ വളമാക്കി ദൈവം മാറ്റും. കർത്താവ് നിന്നെ ഉയർത്തും.
ദൈവം നിന്റെ തലമുറയെ ഉയർത്തും. പൈശാചിക മേഖലകൾ നിനക്കെതിരെ പ്ലാൻ ചെയ്യുന്ന സകല പദ്ധതികളെയും യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. ആമേൻ. വേദപുസ്തകം പറയുന്നു, എബ്രായർ 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. പക്ഷെ കുരിശിനെ അതിന് ബൈപ്പാസ് ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ ഈ പറയുന്നേ, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടടുത്തെത്താൻ നമ്മൾ എടുക്കേണ്ട ചില കുരിശുകളുണ്ട്. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എൻ്റെ കുരിശെടുത്ത് തന്നെ. ചിലരിങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്, ഈ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ തെറ്റായി പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ കുരിശെടുത്ത് തന്നെ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കർത്താവിൻ്റെ കുരിശിനെ ആരും എടുക്കേണ്ടത് കർത്താവ് എടുത്തു. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ക്രോസാണ്. അവനവൻ നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, ദൈവത്തിന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മൾ കടന്നു പോകേണ്ട ചില സഫറിങ്ങുകളും ചില സ്ട്രഗിളുകളും ചില പ്രതിസന്ധികളും ഉണ്ട്. നമ്മൾ അതിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുവാനും മാനിക്കേണ്ടടുത്ത് മാനിക്കുവാനും കഴിയത്തുള്ളൂ. ജോസഫിനെ ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം അവനെ അവിടുത്തെ ഗവർണറാക്കി മിനിസ്റ്ററാക്കി ദൈവത്തിന് മാറ്റാമായിരുന്നു. പക്ഷെ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ പോകേണ്ടി വന്നു. തൻ്റെ സ്വപ്നത്തിൽ പൊട്ടക്കിണറോ, പൊത്തീഫറിന്റെ ഭാര്യയുടെ അപമാനമോ അപവാദമോ, സഹോദരന്മാരുടെ പ്രതിസന്ധിയോ, മിസ്രൈമി അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കുന്ന അനുഭവങ്ങളോ, ഇതൊന്നും ജോസഫ് കണ്ടില്ല. കാരാഗ്രഹമോ ഒന്നും കണ്ടില്ല. പക്ഷെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ താൻ പോയി ദൈവിക സ്വപ്നങ്ങളിൽ അദ്ദേഹം എത്താൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മേഖലകളല്ല, പൈശാചിക മേഖലകൾ കൊണ്ടുവരുന്നതിനെ ഡീൽ ചെയ്യണം. എന്നാൽ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചിലതുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇപ്പൊ പൈശാചിക മേഖല നമ്മളെ അറ്റാക്ക് ചെയ്താൽ അത് ദൈവം തന്ന സമ്മാനമാണെന്നും പറഞ്ഞിരിക്കരുത്. തിരിച്ചു പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശു പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് ഫലമുള്ളതിനെ അധികം ചെത്തി വെടിപ്പാക്കുന്നു.